അടുത്തതായി തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രം ആസ്പദമാക്കി ശ്രീ വി വിൽഫ്രഡ് സംവിധാനം ചെയ്ത അരയനും അമരക്കാരനും എന്ന ചലച്ചിത്രത്തിന്റെ ട്രെയിലർ പ്രകാശനമാണ് നടത്തപ്പെടുന്നത്. ചലച്ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അരയനും അമരക്കാരനും 2014 കുരിശുമല തീർത്ഥാടന നാളിൽ സെമിനാരി റെക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ വിൻസെന്റ് കെ പീറ്റർ തിരിതെളിയിച്ച് ആരംഭം കുറിച്ചു. ഒരു ടെലിഫിലിം എന്നതായിരുന്നു മുന്നിൽ. പിന്നെ കുറച്ചു കാലം നിശബ്ദതയുടെ നാളുകളായിരുന്നു. സിനിമയിലെ ഗാനങ്ങൾ രചിച്ചത് മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛനാണ്. അച്ഛൻ രചിച്ച ഗാനങ്ങൾ സമന്വയം എന്ന പേരിൽ ഒരു ആൽബമാക്കി വി വിൽഫ്രഡ് കഥയും സംവിധാനവും നിർവഹിച്ചു. അതിലെ ഒരു ഗാനം ചെയ്യാനെത്തിയ ആളാണ് സജി സൂര്യ, ഇന്ന് അറിയപ്പെടുന്ന അഭിനേതാവ്. കുരിശുമലയുടെ പേരിൽ മുന്നിൽ വരുന്നവർ ഉയരങ്ങളിലേക്ക് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. സെമിനാരിയിൽ വെച്ച് നടന്ന ചർച്ച ടെലിഫിലിം എന്നത് സിനിമയിലേക്ക് വഴിമാറി. തളർച്ചയിൽ സാന്ത്വനമായി, വീഴ്ചയിൽ താങ്ങായി, വീണുപോകാമായിരുന്ന സമയങ്ങളിൽ നല്ല ഇടയനായും വിൻസെൻ്റ് അച്ഛൻ കൂടെ നിന്നു. മൂന്നാം ഘട്ടം. സാമ്പത്തികം കണ്ടെത്തുക വലിയ പ്രശ്നമായി. അവിടെയും ദൈവം ഒരാളെ ഒരുക്കി. ഏലിയാവിന് ഭക്ഷണം നൽകാൻ കർത്താവ് കാക്കയെ ഒരുക്കിയതുപോലെ, ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ മന്ന നൽകിയ പോലെ ദൈവം ഇവിടെയും ഒരാളെ ഒരുക്കി നിർത്തി. ഗാനം ട്യൂൺ ചെയ്യാൻ പലരും വലിയ തുക ചോദിച്ചപ്പോൾ 1 രൂപ പോലും വാങ്ങാതെ സഹായിച്ചത് ആറാട്ടുകുഴി വില്യമായിരുന്നു. ദൈവത്തിൻ്റെ മറ്റൊരു കൈ വില്യമിലൂടെ തെളിയുകയായിരുന്നു. വി വിൽഫ്രഡ് സമന്വയം എന്ന ആൽബത്തിൻ്റെ CD വിൽപ്പനയ്ക്ക് കുരിശുമലയുടെ പരിസരത്തിരുന്നപ്പോൾ കേട്ട കുരിശുമലയുടെ ചരിത്രം വരും തലമുറയ്ക്ക് പ്രയോജനമാകും എന്ന ചിന്ത വളർച്ചയ്ക്ക് കാരണമായി. തുടർന്ന് വിൽഫ്രഡ് ഫാദർ ഇഗ്നേഷ്യസിനെ കാണുകയും നെറുകയിൽ താമസിച്ചിരുന്ന ജോർജിനെയും കുടുംബത്തിനെയും കുറിച്ച് അറിയുകയും ചെയ്തു. തുടർന്ന് കുരിശുമലയിലെ രക്തസാക്ഷിയായ ഡോക്ടർ റോബിൻസന്റെ ആറയൂരിലെ വീട്ടിൽ പോയി ബന്ധുക്കളെ കണ്ട് സംസാരിച്ചു. കല്ലറയും കണ്ടു. പിന്നെ ക്ലീറ്റസിനെ കണ്ടെത്തുന്നതിനുള്ള യാത്രയായിരുന്നു. കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ നിരാശയായി. അങ്ങനെ ഇരിക്കുമ്പോൾ നാഗർകോവിലിൽ ഒരാവശ്യമായി പോകുന്നതിന് ബസ്സിൽ കയറി. വിൽഫ്രഡ് ഇരുന്ന സീറ്റിൽ താടി നീട്ടി വളർത്തി കാവിവേഷമണിഞ്ഞ ഒരാൾ വന്നിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു സ്വപ്നം കാണുകയാണോ എന്ന് പോലും തോന്നിപ്പോയി. കണ്ണിനെയും മനസ്സിനെയും വിശ്വസിപ്പിക്കാൻ പാടുപെട്ടു. കാരണം അത് ക്ലീറ്റസ് ആയിരുന്നു. അപ്പോൾ അറിഞ്ഞു ഈ സിനിമ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന്. ക്ലീറ്റസ് റോബിൻസന്റെ അനുജനാണ്. കുരിശുമലയിൽ അന്ന് നടന്നത് എല്ലാം വിശദീകരിച്ചു. മരണം മുന്നിൽ കണ്ട ക്ലീറ്റസ് 24 ദിവസം കോമ സ്റ്റേജിൽ കിടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. നട്ടലിന് ക്ഷതമേറ്റ റോബിൻസൺ കർത്താവിൻ്റെ അടുക്കിലേക്ക് യാത്രയായി. 4ാം ഘട്ടം. കഥ എഴുതുക, നല്ലൊരാളെ കണ്ടെത്തുക എന്ന ലക്ഷ്യമായിരുന്നു അടുത്തത്. വിൽഫ്രഡ് സഹപാഠിയായ ജോർജുമായി സംസാരിച്ചു. ജോർജ് ഷാജി മതിലകത്തിനെ വിൽഫ്രഡിന് പരിചയപ്പെടുത്തി. സിനിമയുടെ കഥാപാത്രമായിരുന്ന ജോർജിനെ കുറിച്ച് കൂടുതൽ അറിയണമായിരുന്നു. പന്നിമലയിൽ ജോർജിൻ്റെ വീട്ടിൽ ചെന്ന് അവരെ കണ്ടു സംസാരിച്ചു. കൂടാതെ ഫാദർ ബാപ്റ്റിസ്റ്റ് അച്ഛനെ കുറിച്ചറിയാൻ ചെറിയ കൊല്ലയിലുള്ള സത്യനേശൻ ഉപദേശിയും ചെന്ന് കണ്ട് വിവരങ്ങൾ മനസ്സിലാക്കി. ഷാജി മതിലകം കഥ എഴുതി പൂർത്തിയാക്കി വിൽഫ്രഡിനെ ഏൽപ്പിച്ചു. 5ാം ഘട്ടം. സിനിമ ഷൂട്ടിംഗ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വി വിൽഫ്രഡ്, സജി സൂര്യ, ഗുണാനുരാജ്, ജിതീഷ്, പ്രമോദ് മണി എന്നിവർ സിനിമാ കഥയുമായി കുരിശുമല കയറി. യാത്രയിൽ കഥ വായിച്ചു. നെറുകയിലെ അൾത്താരയിൽ കഥ വച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആകാശവിധാനം മാറി കാർമേഘം നിറഞ്ഞു. മഞ്ഞുമൂടി ഭയന്ന് വിറച്ച് ചാടി എണീറ്റു. പനിനീർ തളിക്കുന്നത് പോലെ ചാറ്റൽ മഴ. താഴെ ഇറങ്ങാൻ തീരുമാനിച്ച് കഥ കയ്യിലെടുത്തു. കുരിശിൻ ചുവട്ടിലെ അത്ഭുതം നേരിൽ കണ്ടു. ആകാശം പൂർവ്വസ്ഥിതിയിലെത്തി. കൂടെയുണ്ടായിരുന്ന 3 അക്രൈസ്തവർക്ക് അത് വിശ്വാസത്തിൻ്റെ വഴി തെളിച്ചു.
അവിടെ നടന്ന അത്ഭുതം അവർ സെമിനാരിയിലെത്തി വിൻസെൻ്റ് അച്ഛനെ അറിയിച്ചു. അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുരിശ് കുരിശ് എന്ന ഗാനത്തിലേക്ക് സ്റ്റോക്ക് എടുക്കാൻ നെറുകയിലേക്ക് ആറുകാണി വഴി പോയ ജീപ്പ് നിയന്ത്രണം വിട്ട് പുറകിലേക്ക് താഴേക്ക് വന്നു. മരണം മുന്നിൽ കണ്ട് ദൈവത്തെ നിലവിളിച്ചു. പെട്ടെന്ന് വാഹനം ഒരു പാറയിലിടിച്ചു നിന്നു. ആർക്കും ഒരു പോറൽ പോലും പറ്റിയില്ല. ദൈവത്തിൻ്റെ അത്ഭുതകരം താങ്ങി നിർത്തുകയായിരുന്നു. തുടർന്ന് നെറുകയിലെത്തി ഫാദർ സാജൻ ആൻ്റണിയുടെ പ്രാർത്ഥനയോടെ ആദ്യ ഷോട്ട് നെറുകയിലെ കുരിശിലേക്ക് ക്യാമറ കണ്ണുകളിലൂടെ ആരംഭിച്ചു. അന്ന് സിനിമയുടെ പേര് മറ്റൊരു കാൽവരി എന്നതായിരുന്നു. തിരിച്ച് സംഗമവേദിയിലെത്തി അഭിമന്യ പിതാവ് ഡോക്ടർ വിൻസെൻ്റ് സാമുവൽ പിതാവിൻ്റെയും മോൺസിഞ്ഞോർ വിൻസെൻ്റ് കെ പീറ്റർ അച്ഛൻ്റെയും ആഭിമുഖ്യത്തിൽ സംഗമവേദിയിൽ സിനിമയുടെ പൂജ നടന്നു. മറ്റൊരു കാൽവരി എന്ന പേര് കഥയ്ക്ക് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കി വിൻസെൻ്റ് കെ പീറ്റർ അച്ഛൻ സിനിമയ്ക്ക് വിശ്വപാത എന്ന പേര് നൽകി. തുടർന്ന് വില്ലിഗിരിയിൽ ഷൂട്ടിംഗ് നടന്നു. ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റിൻ്റെ മോഡൽ ബൈക്ക് സജി സൂര്യ ഓടിച്ചു നോക്കി. പെട്ടെന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് പാറ പൊട്ടിച്ച വലിയൊരു കുഴിയിലേക്ക് വീണു. മരണം എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ ഓടിയെത്തിയവർക്ക് മുന്നിൽ പെട്രോളിൽ കുളിച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ സിനിമയുടെ ആരംഭം മുതൽ നടക്കുന്ന അത്ഭുതങ്ങൾ വാക്കുകൾക്കതീതമാണ്. പല പ്രതിസന്ധികൾക്കിടയിലും 3 ഘട്ടമായി വിശ്വപാതയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പോകണം. വർക്കുകൾ ഒരുപാട് പിന്നെയും ബാക്കി. സാമ്പത്തിക പ്രശ്നം വളരെ ഞെരുക്കത്തിലായി. ആ സമയം ചെന്നൈയിൽ നിന്നും വേങ്കോട് ഇടവകയിലുള്ള രജികുമാറിനെ ഒരു ദൂതനെ പോലെ ദൈവം അയക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. രജി നാട്ടിലെത്തി തിരുവനന്തപുരത്ത് പാർട്ട്ണർഷിപ്പിൽ സൗണ്ട് മാക്സ് എന്ന സ്റ്റുഡിയോ ആരംഭിച്ചു. വിൻസെൻ്റ് അച്ഛനുമായി പരിചയപ്പെട്ടു. വിശ്വപാതയുടെ കാര്യങ്ങൾ അച്ഛൻ റജിയോട് സംസാരിച്ചു. അച്ഛൻ വഴി വിൽഫ്രഡും റജിയും പരിചയമായി. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ റജി ഏറ്റെടുത്തു. ചിത്രാഞ്ജലിയിലും സൗണ്ട് മാക്സിലുമായി വിശ്വപാത സിനിമയുടെ വർക്കുകൾ പുരോഗമിച്ചു. രാത്രി 11 മണിക്ക് സിനിമയുടെ എഫക്ട്സ് എടുക്കാൻ ഒരു ടോർച്ചുമായി വിൽഫ്രഡ്, റജി, രാജേഷ് എറണാകുളം എന്നിവർ മലയിലേക്ക് യാത്രയായി. ആ രാത്രിയിൽ ദൈവം അവർക്ക് താങ്ങായി കൂടെയുണ്ടായിരുന്നു. ഒരാപത്തും കൂടാതെ രാവിലെ 10 മണിക്ക് സംഗമവേദിയിൽ എത്തിച്ചേർന്നു. ഈ സിനിമയിൽ അഭിനയിച്ച് മടങ്ങുമ്പോഴാണ് ഇന്ദ്രൻസിന് നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. കർത്താവ് അവിടെയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു. പടം സെൻസർ ചെയ്ത് തിയേറ്ററിലെത്തിക്കണം. സാമ്പത്തികം വീണ്ടും ഞെരുക്കത്തിലായി. വീണ്ടും വർഷങ്ങളുടെ കാത്തിരിപ്പ്. റജി വിൽഫ്രഡിനെ ഹാർഡ് ഡിസ്കുകളെല്ലാം ഏൽപ്പിച്ച് കുടുംബത്തോടെ ജർമ്മനിയിലേക്ക് പോയി. വിൽഫ്രഡിന് കരുത്തേകിയത് വിൻസെൻ്റ് കെ പീറ്റർ അച്ഛനാണ്. വീണ്ടും കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ. നെടുവാൻവിള പള്ളിയിൽ 2025 ജൂൺ തിരുനാൾ നടക്കുന്ന സമയം രമണി എന്ന വ്യക്തിയുമായി വിശ്വപാത സിനിമയെക്കുറിച്ചും സാമ്പത്തികത്തെക്കുറിച്ചും സംസാരിച്ചു. രമണി സഹോദരൻ ബ്രൈറ്റിനെ വിൽഫ്രഡിന് പരിചയപ്പെടുത്തി. കോട്ടയത്തുള്ള ബ്രൈറ്റിനെ വിൽഫ്രഡും ഫോണിലൂടെ സംസാരിച്ചു. നേരിട്ട് കാണാൻ തീരുമാനിച്ചു. വിവരം വിൻസെൻ്റ് അച്ഛനെ അറിയിച്ചു. വിൽഫ്രഡും അച്ഛനും ബ്രൈറ്റും ഒരു മീറ്റിംഗ് കൂടി കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. ബ്രൈറ്റ് ഈ സിനിമ ഏറ്റെടുത്തു. വിശ്വപാത എന്ന പേര് മാറ്റാൻ 3 പേരും തീരുമാനിച്ചു. അരയനും അമരക്കാരനും എന്ന പേര് നൽകി. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം വിൽഫ്രഡും ബ്രൈറ്റും വർക്കുകൾ ആരംഭിച്ചു. സിനിമയ്ക്ക് വേണ്ടി ചെറിയ മാറ്റങ്ങൾ വരുത്തി പടം മലയാളത്തിലും തമിഴിലുമായി പൂർത്തീകരിച്ചു. പ്രിയമുള്ളവരെ, ഇതിൽ അഭിനയിച്ച മുഖ്യതാരങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പ്രശസ്ത സിനിമാ നടൻ ശ്രീ ഇന്ദ്രൻസ്, കോട്ടയം രമേശ്, സജി സൂര്യ, സേതുലക്ഷ്മി, ഇഗ്നേഷ്യസ് വെട്ടുകാട്, ബിനു, പൂജപ്പുര രാധാകൃഷ്ണൻ, വിദ്യ, കുമരകം രഘുനാഥ്, ഗോപൻ ആലുമൂടൻ, ഗസിയ, കല്യാണി, സുഭശ്രീ, ബ്രൈറ്റ്, രമണി, ബീന. നന്ദി. ഈ ചലച്ചിത്രത്തെ പറ്റിയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിലേക്കായി ഈ ചലച്ചിത്രത്തിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ വിൻസെൻ്റ് കെ പീറ്റർ അച്ഛനെ ക്ഷണിക്കുന്നു.
സ്നേഹമുള്ളവരെ, അരയനും അമരക്കാരനും എന്ന് റിലീസ് ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ഫിലിമിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ വാസ്തവപരമായ കാര്യങ്ങളാണ്. 2010 വി വിൽഫ്രഡ്, ഞാൻ നെടുമാമ്പള പള്ളിയിൽ വികാരിയായിരുന്നതിൻ്റെ പരിചയത്തിൽ എന്നെ സമീപിക്കുക. അന്ന് ഞാൻ 6 ഗാനങ്ങൾ എഴുതി വച്ചിരിക്കുകയായിരുന്നു. അതിനെ ട്യൂൺ ചെയ്ത് അത് ഗാനങ്ങളിലേക്ക് ആക്കി എടുത്ത സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ ഗാനങ്ങളെ ആസ്പദമാക്കി ഞാൻ വീഡിയോ ചെയ്യട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അത് വീഡിയോ ആയിട്ട് ചെയ്ത് അത് പുറത്തെ കൊണ്ടുവരികയും അതിലൂടെയാണ് അദ്ദേഹത്തിൽ ഒരു കലാകാരനുണ്ടെന്നും ഒരു ഡയറക്ടർ ആകേണ്ട എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തെക്കൻ കുരിശുമല ചരിത്രത്തെ ആസ്പദമാക്കി ഒരു ടെലിഫിലിം ഇറക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. അദ്ദേഹം അതിൻ്റെ പിന്നിൽ ഓട്ടമായിരുന്നു, പലരെയും കണ്ടെത്തുവാനും സംസാരിക്കുവാനും അത് ഒന്ന് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് വേണ്ടി. അങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴാണ് അതിൻ്റെ ഷൂട്ടിംഗ് സമയമാകുമ്പോൾ ടെലിഫിലിം അല്ല, വ്യക്തമായിട്ടുള്ള ക്യാമറകൾ ഉള്ള സമ്പത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതൊരു ചലച്ചിത്രമാക്കാം എന്ന് അന്ന് ഇരുന്ന പ്രൊഡ്യൂസേഴ്സും ബാക്കിയുള്ളവരൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുകയും പിന്നീട് ഓരോ തലത്തിലും അതിൻ്റെ വൈതരണികൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ അങ്ങനെ പോയി. ഏകദേശം 15 വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പല പേരുകൾ വന്നു എങ്കിൽ തന്നെയും അവസാനം അരയനും അമരക്കാരനും എന്നുള്ള ഒരു ഫിലിം 2.25 മണിക്കൂർ ഉൾക്കൊള്ളുന്ന ഒരു ഫിലിം റിലീസ് ചെയ്യുന്നതിലേക്ക് വേണ്ടി റെഡിയായിരിക്കുന്നത്. അത് സെൻസറിലേക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നീട് ആ ഫിലിം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തിയേറ്ററുകളിൽ മലയാളത്തിലും തമിഴിലും അതുകൂടാതെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലും റിലീസ് ചെയ്യുന്നതിലേക്ക് വേണ്ടി എല്ലാ തലങ്ങളെയും ആയി ഇരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അന്ന് മുതൽ ഇന്ന് വരെ വളരെ ഒരു ത്യാഗമനുഷ്ഠിച്ച് നിത്യജീവൻ്റെ എല്ലാ അനുഭവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും എന്ന് പഠിച്ച് എല്ലാം കൈമുതലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് വി വിൽഫ്രഡ്. അദ്ദേഹത്തെ വലിയ ഒരു സംവിധായകനാക്കുന്നതിലേക്ക് വേണ്ടി എങ്ങനെയാണ് കലാകാരന്മാരോട് ക്ഷമിക്കേണ്ടത്, എളിമപ്പെടേണ്ടത്, വിനയപ്പെടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും വളരെയേറെ സൂക്ഷ്മതയോടുകൂടെ മറുപടി പറയുകയും കാര്യം മാത്ര പ്രസക്തമായ കാര്യങ്ങൾ സംസാരിക്കുകയും എന്നാൽ അദ്ദേഹം ലക്ഷ്യം വച്ചിരിക്കുന്ന ആ ലക്ഷ്യബോധമൊന്ന് വിടാതെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഈ ഫിലിം ഇങ്ങനെ ഇറക്കുന്നതിലേക്ക് വേണ്ടി എല്ലാം ഒരുക്കുവാൻ വേണ്ടി ഒരു സംവിധായകൻ എന്നുള്ള തലത്തിൽ അദ്ദേഹം എന്ത് ആഗ്രഹിച്ചു അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിലിമാണ്. തെക്കൻ കുരിശുമലയുടെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ പോരാട്ടത്തിൻ്റെ ഒരു കുടുംബമുണ്ട്. പോരാട്ടത്തിൻ്റെ കുടുംബം, ഒരു കുടുംബം എങ്ങനെയാണ് അതിജീവിക്കുവാൻ വേണ്ടി തങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നോ ആരോഗ്യപരമായുള്ള പ്രശ്നം, രോഗാവസ്ഥ ഇവയൊക്കെ അതിജീവിക്കുന്നതിലേക്ക് വേണ്ടി ഈ മലമുകളിൽ താമസിക്കാൻ പോയ ജോർജും കുടുംബത്തിൻ്റെയും പോരാട്ടത്തിൻ്റെ ഒരു കുടുംബമാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതൊരു കുടുംബവും അത് കാണുന്നതിലൂടെ എങ്ങനെയാണ് ഒരു കുടുംബത്തെ പോരാട്ടത്തിലൂടെ മുന്നോട്ട് നയിക്കേണ്ടത്, അതിൽ നാം മുറുകെ പിടിക്കേണ്ട നമ്മുടെ ദൈവിക യാഥാർത്ഥ്യം എന്താണ്, പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങളും അതിനകത്ത് മരണത്തിൻ്റെ സീനുകളൊക്കെ ചിത്രീകരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഡെഡ് ബോഡിയിൽ നിന്നും ആത്മാവ് ഇങ്ങനെ ഉയർന്നു പോകുന്ന ഒരു സംവിധാനം അന്ന് ചിത്രീകരിച്ചപ്പോൾ അന്നത്തെ ശാസ്ത്രജ്ഞന്മാരൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ പിന്നീട് ആണ് ഈ ഒരു ആശയം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തുടങ്ങിയത്. ആത്മാവ് ഒരു ബോഡിയിൽ മരിക്കുന്ന ബോഡിയിൽ നിന്നും ആത്മാവ് ഉയർന്നു പോകും എന്നുള്ളത്. അത് വളരെ വ്യക്തമായിട്ട് ആ ചിത്രത്തിൽ ചിത്രീകരിക്കുന്നതിലേക്ക് വേണ്ടി ദൈവം നൽകിയ ഒരു ബുദ്ധിയാണ്
വി വിൽഫ്രഡ് എന്നുള്ള സംവിധായകൻ അതിനകത്ത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൈശാചികമായ പ്രവണതകൾ ജീവിതത്തിൽ സ്വപ്നത്തിലൂടെയൊക്കെ വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ പറ്റുന്ന തലങ്ങൾ, വസൂരി പോലുള്ള രോഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഒരു കുടുംബം രക്ഷപ്പെട്ട് അവർ മുന്നോട്ട് പോയത്, ഇങ്ങനെയുള്ള ഒരു പോരാട്ട കുടുംബ വീര്യം ആ സിനിമയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മളെല്ലാവരെയും കരയിപ്പിക്കുന്ന ഒത്തിരിയേറെ സീനുകളുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് അദ്ദേഹം അത് കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഫിലിം ഇറക്കുന്ന സമയത്ത് ജനങ്ങളെ കരയിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മിടുക്കാണ്, ഒരു സംവിധായകൻ്റെ മിടുക്കാണ്. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കരഞ്ഞു പോകും എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ കരയാൻ വേണ്ടി റെഡിയായി തന്നെയാണ് പോകേണ്ടത്. കാരണം അത് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളുടെ ജീവിതമാണ് അതിനകത്ത് ഒപ്പിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ആ കുരിശിൻ്റെ ശക്തി എങ്ങനെയാണ് ഇന്ന് ലോകത്തിൽ മുഴുവനും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഗി സംഭവിക്കുന്ന ആ സമയത്തും ഏതാനും സീനറികൾ ഷൂട്ട് ചെയ്തതിലേക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു. അപ്പോൾ ഓഗിയുടെ സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി വെട്ടുകാട് പള്ളിയും അതിൻ്റെ ചുറ്റുപാടുമൊക്കെ അന്ന് ഓഗിയിൽ ദുഃഖിച്ചിരിക്കുന്ന ആ സമൂഹത്തിൻ്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കുവാനും അവർ കുരിശുമല കയറുന്നതിനും കുരിശിലൂടെ അവരിലെ ഏതാനും ഫാമിലി കുടുംബത്തിന് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഓഗിയിൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദന, അവരുടെ കുടുംബത്തിലെ ഭാര്യയും മക്കളുമൊക്കെ നിലവിളിച്ച് കരയുന്ന സംഭവങ്ങൾ വളരെയേറെ ഹൃദയസ്പർശിയായിട്ട് അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഫിലിം അവസാന നിമിഷങ്ങളിൽ കൂട്ടിച്ചേർക്കൽ വന്ന സമയത്ത് എങ്ങനെയാണ് മത ഐക്യം രൂപപ്പെടുത്തേണ്ടത്, ക്രൈസ്തവനും മുസൽമാനും ഹൈന്ദവനുമൊക്കെ എങ്ങനെയാണ് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടത്, അതും ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഒരു ഫിലിമാണ്. ദൈവം ആഗ്രഹിച്ചതാണ്. പല നിമിഷങ്ങളിലും ഇറക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഇന്നും ലോകത്തിൽ യുദ്ധങ്ങൾ നമ്മൾ മത്താപ്പും കുരയാപ്പും വയ്ക്കും പോലെയാണ്. രാഷ്ട്ര നേതാക്കന്മാർ ബോംബിടുക, അല്ലെങ്കിൽ മിസൈലുകൾ എടുക്കുക, ഒരു കൂസലുമില്ലാതെ മനുഷ്യ ജനതയെ അങ്ങോട്ടും ഓടിച്ച് അവിടെ തനിമയെ നഷ്ടപ്പെടുത്തി ജീവിതത്തിൽ വീണ്ടും പട്ടിണി പാവങ്ങളാക്കി കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഇല്ലാതാക്കുന്ന, രാഷ്ട്രീയ ബോധമില്ലാത്ത, മനുഷ്യ സ്നേഹമില്ലാത്ത യുദ്ധ കലഹങ്ങളൊക്കെ ഇന്ന് ലോകത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. അതൊരിക്കലും ഒരു വിജയമല്ല എന്നുള്ളതാണ്. യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്നവർ, യുദ്ധത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, അവർ മനുഷ്യസ്നേഹികളല്ല എന്നുള്ളതാണ്, ദൈവസ്നേഹികളുമല്ല. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഈ ലോകത്ത് രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. അത് നിത്യജീവൻ്റെ ഒരു ജീവിതമാണ്. അത് സത്യത്തിലും നീതിയിലും അനിഷ്ഠിതമായുള്ള ഒരു ജീവിതം, ധാർമ്മികതയിൽ അനിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം, അതോടൊപ്പം തന്നെ ജീവിത പോരാട്ടങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങൾ സൂക്ഷിക്കുന്ന ദൈവിക മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ലക്ഷ്യത്തോട് മുന്നോട്ട് പോകുന്ന സകലങ്ങളെയൊക്കെ അത് ജീവിത യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ഒരു ജീവിത രീതി ഈ ലോകത്തിലുണ്ട്. അത് ഈ ലോകത്തിൻ്റെ മനസ്സാക്ഷിയായിട്ട് ഈ ലോകത്തിലെല്ലാമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു വ്യക്തി ഈ ലോകത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് ഉദ്ധാനം ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മനസ്സാക്ഷി ഈ ലോകത്ത് മാറില്ല. അത് ദൈവികമായുള്ള മനസ്സാക്ഷിയാണ്. ദൈവം ഒരു ഉൾനരബിൾ, സഹിച്ചു നിൽക്കുന്ന ദൈവം, അതാണ് നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ ഫിലിമിലും നമ്മുടെ പോരാട്ടങ്ങളുടെ കുടുംബങ്ങളിലും ഓരോ കുടുംബവും എങ്ങനെയാണ് സഹിച്ചു നിന്നുകൊണ്ട് അവിടെ കുടുംബത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഈ പടത്തിലൂടെ നമുക്ക് വ്യക്തമാകും എന്നുള്ളതാണ്. കുടുംബസമേതം കാണാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് അരയനും അമരക്കായലും. ഈ സിനിമ നിങ്ങളുടെ ഭവനത്തിൻ്റെ, നിങ്ങളുടെ നാട്ടിൻ്റെ അടുക്കലുള്ള തിയേറ്ററിൽ പ്രദർശിപ്പിക്കപ്പെടും. അത് കാണുവാനും നിങ്ങളുടെ ബോധ്യങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തിയെടുക്കുവാനും നിങ്ങളുടെ ജീവിതയാത്രയിലെ വൈതരണികളെ, ചലഞ്ചസിനെ അതിജീവിക്കുവാനും ഈ ഫിലിം നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ സംശയമില്ല. അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഉള്ള എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ കൃത്യമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട്. എൻ്റെ നിലപാടുകൾ, എൻ്റെ ആശയങ്ങൾ അതിനകത്ത് ഉണ്ട്. പ്രത്യേകിച്ച് ഗാനങ്ങൾ രചിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് ഈ ഫിലിമിൻ്റെ എല്ലാം ഒരു വാക്കുപോലും ഒരു പ്രവൃത്തി പോലും ഞാൻ അറിയാതെ നടന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ചില ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. പോരാട്ടങ്ങളുടെ മനുഷ്യൻ, പോരാട്ടങ്ങളുടെ കുടുംബജീവിതം, ആ കുടുംബജീവിതത്തെ ഒപ്പിയെടുക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബത്തെ ദൃഢവൽക്കരിച്ചുകൊണ്ട് അതിനെയൊക്കെ ഇല്ലാതാക്കി കളയുന്ന പൈശാചികയുടെ പ്രവണതകളും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് ദൈവികതയുടെ ഉന്മയിൽ നിന്നുകൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ ചലഞ്ചസ് ആയിട്ട് നിൽക്കുന്ന ഈ ഫിലിം ആശ്വാസമേകുന്ന ഒന്നായിത്തീരും. അത് ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടായിത്തീരും. എല്ലാവർക്കും അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, ഏത് വിശ്വാസമായിക്കോട്ടെ എന്തായിക്കോട്ടെ, അവരുടെ കുടുംബജീവിതത്തെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു തരത്തിലായിരിക്കും ഈ സിനിമ. അത് കണ്ട് വിലയിരുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരയനും അമരക്കാരനും എന്നുള്ള സിനിമയുടെ ട്രെയിലർ ഞാൻ ഇവിടെ റിലീസ് ചെയ്യുകയാണ്. ഏതാനും പേര് സംസാരിക്കാനുണ്ട്. അവർ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ട്രെയിലർ നമുക്ക് ഓൺലൈൻ വഴി അത് കാണാവുന്നതാണ്. താങ്ക് യു ഫാദർ. അടുത്തതായി ഈ സിനിമയെക്കുറിച്ചും സിനിമയിലെ തൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ചും സംസാരിക്കുന്നതിലേക്കായി സിനിമയുടെ പ്രൊഡ്യൂസർ ശ്രീ ബ്രൈറ്റ് അവർകളെ ക്ഷണിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇനി എല്ലാവരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. എന്നു പറഞ്ഞാൽ എല്ലാവരെയും മനസ്സിലായെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഞാൻ ഈ സിനിമയിലേക്ക് വന്ന ഭാഗം ഏറ്റവും ലാസ്റ്റിലാണ്. അതായത് ഇവർ അത് ഷൂട്ട് ചെയ്ത് വെച്ചു, എഡിറ്റ് ചെയ്ത് വെച്ചു, പല കാര്യങ്ങളും ചെയ്ത് വെച്ചു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ പെങ്ങളാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്. അതായത് വിൽഫ്രഡും അച്ഛനും പെങ്ങളുടെ അടുത്ത് സംസാരിച്ചു. ആ ഇതിൽ പെങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രൈറ്റ്, ഇതേപോലെ നമ്മുടെ പള്ളിയിൽ അച്ഛനൊരു സിനിമ എടുത്തായിരുന്നു, അതിപ്പോൾ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടിൽ ഇരിക്കുവാണ്, അപ്പം നിനക്കെന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ അച്ഛൻ എടുത്ത സിനിമയില്ലേ, അതൊരു ക്രിസ്ത്യൻ മൂവിയാണല്ലോ, എന്നാൽ ശരി, അത് ഞാൻ വന്ന് നോക്കട്ടെ, നോക്കിയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ഒരു ദിവസം ഫിക്സ് ചെയ്തു. ആ ദിവസം വിൽഫ്രഡിനെ വിളിച്ച് പറഞ്ഞു, ബിനുവിനെ വിളിച്ച് പറഞ്ഞു, പിന്നെ സജി എന്നുള്ള ആദ്യ പ്രൊഡ്യൂസർ ഇതിനകത്തുണ്ടായിരുന്നു, അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും സമ്മതത്തോടെ ഈ സിനിമ കാണാമെന്ന് വെച്ചു. അതായത് ഇവർ ഷൂട്ട് ചെയ്ത് വെച്ച അത്രയും ഭാഗം എനിക്ക് കാണണമായിരുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്നുള്ളത് തീരുമാനിക്കാം. അങ്ങനെ ഞങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പം തിയേറ്റർ സജ്ജമാക്കി സിനിമ കാണേണ്ട സൗകര്യം ഒരുക്കി തന്നു. 1.25 മണിക്കൂറായിരുന്നു ആ സമയത്ത് ആ സിനിമയിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് വന്ന് ത്രൂ ഔട്ട് സിനിമ മുഴുവനും കണ്ടപ്പോൾ എനിക്ക് ഒരു നല്ലൊരു സിനിമയായിട്ട് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു. അതുമാത്രമല്ല, ഞാൻ വേറെ ഒരു സിനിമ എടുത്തായിരുന്നു, ഒരു കഥ ഒരു നല്ല കഥ എന്ന സിനിമ. കഴിഞ്ഞ ജനുവരിയിൽ തിയേറ്ററിൽ റിലീസ് ചെയ്തായിരുന്നു. 120 തിയേറ്ററോളം വന്നതാണ്. അപ്പം ആ സിനിമയും ഞാൻ ഇത് വെച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടെ, അതായത് ക്രിസ്ത്യൻ മൂവിയാണ്, അല്ലെങ്കിൽ മത സൗഹാർദ്ദം എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഞാനും അച്ഛനും നമ്മുടെ ഡയറക്ടറും പിന്നെ നമ്മുടെ കുഞ്ഞു മീറ്റിങ്ങിൽ ഒക്കെ ഞങ്ങളത് ചർച്ച ചെയ്തപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചർച്ച ചെയ്യുമ്പം അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അത് നല്ല തീരുമാനം ആണെന്ന് കണ്ടപ്പോൾ അച്ഛൻ അത് എഗ്രി ചെയ്തു. അത് മുതൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. എനിക്ക് പിന്നെ ഒന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് അച്ഛൻ പറഞ്ഞു, വിൽഫ്രഡ് പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, ബാക്കി പേപ്പർ വർക്കുകളൊക്കെ ചെയ്യൂ, നമുക്ക് തുടങ്ങാം, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ചിത്രാഞ്ജലി ചെന്നു. എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതായത് ഈ സിനിമ ഏതാണ്ട് 15-16 വർഷമായിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലേ? 12 വർഷം. അപ്പോൾ ഈ 12 വർഷം എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ കാണുമല്ലോ, ഈ തിരക്കഥയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ.
അപ്പം അങ്ങനെ ഉള്ള ഒരു സിനിമ, അതായത് ഒരുപാട് പേരുടെ അധ്വാനം, അതായത് ഒരാളുടെ മാത്രമല്ല, ഒരു കൂട്ടായ്മയുടെ ഒരു അധ്വാനം. ആ അധ്വാനം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ആളാണ്. അതായത് ഞാനിവിടെ നിന്ന് 9ാമത്തെ വയസ്സിൽ ഞാൻ പോകുന്നതാണ്. അതായത് ഞാൻ പറശ്ശാലക്കാരനാണ്, കോട്ടയത്ത് ഞാൻ ഇപ്പം സെറ്റിൽ ചെയ്തിരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ 9ാമത്തെ വയസ്സിൽ ഞാൻ പാറശാല വിട്ടു, അങ്ങനെ കോട്ടയത്ത് സെറ്റിലായി. എന്തോ ദൈവകൃപ കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് പുറകോട്ട് ഒന്ന് നോക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിൻ്റെ കൃപ എനിക്കുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവും. ആ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏത് കൈവച്ചാലും അത് വിജയിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. അതിന് പൈസയോ അല്ലെങ്കിൽ മറ്റുള്ളത് ചിലപ്പോൾ നമുക്ക് ടൈറ്റാണെങ്കിൽ പോലും ആ സമയം അതൊക്കെ ക്ലിയർ ആയിക്കോളും. 100 രൂപയ്ക്ക് പോലും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുടങ്ങിയിട്ടില്ല. ബാക്കി ചില പേപ്പർ വർക്കുകൾ ചിലർ സമയം കൃത്യമായിട്ട് വരാത്തതുകൊണ്ട് മാത്രം വന്ന ചെറിയ ഡിലേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇപ്പം നമുക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ നന്ദിയോടെ ഓർക്കുവാണ്. ഞാനിനി ഒത്തിരി പറഞ്ഞു പോകുന്നില്ല കേട്ടോ. അപ്പം ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം. ഇപ്പം ഞങ്ങൾക്ക് ഇനിയിപ്പം ഈ മാസം ഒടുവിലൂടെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ക്ലിയർ ആവും. അതായത് ഇതെല്ലാം അതായത് നമ്മൾ കള്ളത്തരത്തിലൊന്നും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം നേരെ പോ എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഇവിടെ ഏജൻറ്റുമാരൊക്കെ ഉണ്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി തരുന്നത്. അതെന്തെങ്കിലും നമ്മൾ വന്ന് തിയേറ്ററിലേക്ക് ഈ സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊന്നും ചെയ്യാതെ എല്ലാം നേരിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉടനെ തന്നെ, അതായത് ഈ അടുത്ത മാസം റിലീസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ സമയത്ത് എഡിറ്ററെ കിട്ടി. അതായത് PC മോഹനൻ, നിങ്ങൾക്കറിയാം മോഹൻലാലിൻ്റെ മുഴുവൻ ഏകദേശമുള്ള സിനിമകൾ, മമ്മൂട്ടിയുടെ, സുരേഷ് ഗോപിയുടെ, ഇവരുടെയൊക്കെ സിനിമകൾ എഡിറ്റ് ചെയ്ത ആളാണ് PC മോഹനൻ. അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയപ്പം തന്നെ ഈ പടം പകുതിയോളം വിജയിച്ചിരുന്നു. പിന്നെ ഇവരുടെ ആത്മാർത്ഥതയായിട്ടുള്ള സഹകരണം, പിന്നെ വിൽഫ്രഡിനെ എടുത്ത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ സിനിമയ്ക്ക് വേണ്ടി ജീവൻ തന്നെ പണയം വെച്ചാണ് നടക്കുന്നത്. ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത്ര രൂപയെന്ന് പറഞ്ഞു, ഞാൻ അതേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായപ്പോഴത്തേക്ക് അയാൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആ പൈസ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അയാൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അങ്ങനെ അതുപോലെ തന്നെ വിൽഫ്രഡിന് പല സമയങ്ങളിലും ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലേക്ക് ഇറങ്ങുമ്പം പൈസയാണ് മെയിൻ, വേറെ ഒന്നുമല്ല. അപ്പം എവിടെ പോയാലും നമ്മളൊരു വണ്ടി എടുത്ത് അങ്ങോട്ട് പോയാലും 1000 രൂപ മിനിമം ചിലവാകും. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു മേഖലയിലാണ്. അതെന്ന് പറഞ്ഞാൽ പൈസ മുടക്കുമ്പം ഇത് കിട്ടുമോ എന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ അതുപോലും നോക്കിയിട്ടില്ല. പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പൈസ മുടക്കുന്നത് തന്നെ. അപ്പം നമ്മളത് ഇതിൽ നിന്നൊരു വരുമാനമോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയെല്ലാം നമ്മൾ ഈ അടുത്തൊരു നല്ലൊരു സിനിമയും കൂടെ വിൽഫ്രഡിനെ കൊണ്ട് ഞാൻ ചെയ്യും. അതിപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ അത് പ്രഖ്യാപിക്കണം. അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ, അത് അയാളുടെ ഒരു മിടുക്കാണ്. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചില കാര്യങ്ങളെല്ലാം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചെയ്യട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കും. പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയുമ്പോൾ അയാൾ തിരുത്താൻ തയ്യാറാകുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുഴപ്പമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കണം. അപ്പുറത്തുള്ള ആളും ഇപ്പുറത്തുള്ള ആളും ഒന്നുപോലെ പോയാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഒരു സിനിമയായി. ഏതാണ്ട് 2 മണിക്കൂർ 20 മിനിറ്റ് സിനിമയുണ്ട്. അപ്പം ആ സിനിമയിൽ 4-5 പാട്ടുണ്ട്. എല്ലാം നല്ല മനോഹരമായ പാട്ടുകളാണ്. നിങ്ങൾക്കിപ്പം ഇത് ട്രെയിലർ ഇവിടെ റിലീസ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് കാണാമെന്നുള്ളതേ ഉള്ളൂ. പരമാവധി ഭംഗിയായിട്ട്, അതായത് 100% പെർഫെക്റ്റായിട്ട് 4K-യിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം 2K ചെയ്ത സാധനം ഞാൻ വന്നു കഴിഞ്ഞിട്ട് അത് 4K-യിലേക്ക് മാറ്റി. എല്ലാം ഇപ്പം 4K-യിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഹിന്ദി, തമിഴ്, മലയാളം പോരാത്തതിന് നമ്മൾ വിദേശത്തൊക്കെ റിലീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതിനെല്ലാം ടൈറ്റിലെല്ലാം ഇംഗ്ലീഷിലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് അച്ഛനെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അച്ഛൻ അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ചെല്ലുകയും ഒരുപാട് വേദന തിന്നു. ഞാനതൊന്നും ഇവിടെ വർണ്ണിക്കുന്നില്ല. ശരിയാണ്, നമുക്ക് ഒരാളുടെ കഷ്ടപ്പാടാണ് ഒരു വിജയത്തിന്
ഞാനൊക്കെ ഇവിടുന്ന് പോകുന്ന സമയം ചെറുപ്പത്തിൽ ഞാൻ പോയപ്പോൾ എൻ്റെ അന്നത്തെ കഷ്ടപ്പാടാണ് ഇന്ന് എന്നെ ദൈവം ഈ നിലയിലേക്കും അല്ലെങ്കിൽ ഈ സ്റ്റേജിലേക്ക് എനിക്ക് 2 വാക്ക് പറയുവാൻ പോലും ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്തുമാത്രം ശ്രമിക്കുന്നുവോ, നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുവോ, അതിന് ദൈവം തീർച്ചയായിട്ടും അതിന് ഇത് തരും. എന്നു പറഞ്ഞാൽ നമ്മൾക്കൊരു 50% നന്മയുണ്ടാവണം. അത് ആത്മാർത്ഥതയായിട്ട് ഒരു 50% നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ 50% ദൈവവും തരും. നമ്മൾ പെർഫെക്റ്റായിട്ട് വിജയിക്കുകയും ചെയ്യും. നമ്മൾ ഏത് വഴി പോയാലും തളരില്ല. അത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോളൂ. നമ്മളാണ് ഓരോ പരിപാടിയിലും വിജയശില്പി, അല്ലാണ്ട് വേറെ ആരില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മൾ ഉന്നതങ്ങളിലെത്തും, വിജയിക്കും. നമുക്ക് എല്ലാ ഭാവങ്ങളും ഉണ്ടാകും. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിലേക്കായി സിനിമയിൽ അഭിനയിച്ച മുഖ്യതാരം ശ്രീ ഇഗ്നേഷ്യസ് വെട്ടുകാട് അവരുകളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഈ വേദിയിൽ അല്ലാതെ മറ്റൊരിടത്തും പറയാൻ പറ്റാത്ത ഒരു കാര്യം എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. ഞാൻ വരുന്നത് വെട്ടുകാട് എന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നാണ്. വളരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു ഇടവക തന്നെയാണ് വെട്ടുകാട് ഇടവക. ഞാൻ വളരെ അസൂയയോടെയാണ് ഈ സിനിമ നോക്കിക്കാണുന്നത്. അതിന് പ്രധാന കാരണം, ഇത്രയും സാമ്പത്തികം ഉണ്ടായിരുന്ന നിങ്ങൾക്കെല്ലാം അറിയാം, വെട്ടുകാട് തീർത്ഥാടന കേന്ദ്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്. ഇത്രയും സാമ്പത്തികം ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് ക്രിസ്തുരാജനെക്കുറിച്ച് വളരെ അത്ഭുതം നടക്കുന്ന ഒരു ദേവാലയമാണ് വെട്ടുകാട് പള്ളി. വെട്ടുകാടിനെ കുറിച്ചൊരു സിനിമ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്കും നെയ്യാറ്റിൻകര രൂപതയ്ക്കും കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിനും തീർച്ചയായിട്ടും അഭിമാനിക്കാം. നിങ്ങൾ നാളെയുടെ ചരിത്രത്താളുകളിൽ ഇടം നേടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ സിനിമ ഇറങ്ങുന്നതോടുകൂടി വെള്ളിത്തിരയിലൂടെ ലോകം മുഴുവൻ ഈ കുരിശുമലയും കുരിശുമലയുടെ യഥാർത്ഥ ചരിത്രവും തിരിച്ചറിയുക തന്നെ ചെയ്യും. അതിന് ചുക്കാൻ പിടിച്ച സമന്യ വിഷൻസിനും അതിൻ്റെ അമരക്കാരനായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വിൻസെൻ്റ് കെ പീറ്റർ അവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസയും അറിയിക്കുകയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് ദേവാലയങ്ങളിൽ പാടാനൊക്കെ പോകുന്ന കൊയർ പാട്ടുകാരൻ കൂടിയാണ്. ഞാൻ പല ദേവാലയങ്ങളിൽ പല വൈദികരുമായിട്ട് നിരന്തരം സംവദിച്ചിട്ടുണ്ടെങ്കിലും ഏശയ്യായെ പോലെ പ്രവചനപരവും ഏലിയായുടെ തീഷ്ണതയുമുള്ള ഒരു വൈദികനെ ഞാൻ ആദ്യമായിട്ടാണ് മോൺസിഞ്ഞോർ വിൻസെൻ്റ് കെ പീറ്ററിലൂടെ കാണുന്നത്. അധികം സംസാരിക്കില്ല, എന്നാൽ സംസാരിക്കുന്നത് കൃത്യമായും വ്യക്തമായും സംസാരിക്കുന്ന ഒരു വൈദികൻ കലാകാരെ ഉയർത്തുവാൻ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ നാമൊക്കെ മുൻപ് കണ്ടിട്ടുള്ളത് കൊച്ചിയിൽ നിന്നും എറണാകുളത്ത് നിന്നും റവറൻ ഫാദർ ആബേൽ അച്ഛൻ കലാഭവൻ എന്ന ടീമിനോ ഉണ്ടാക്കി കുറച്ച് മിമിക്രി ആർട്ടിസ്റ്റുകളിലൂടെ സിനിമാ ലോകത്തേക്ക് ഒത്തിരി കലാകാരെ സംഭാവന ചെയ്തതാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഈ കാലഘട്ടത്തിൻ്റെ ആബേൽ അച്ഛനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് കെ പീറ്റർ അവറുകൾ. ഒത്തിരി കലാകാരെ കൈപിടിച്ചുയർത്തുവാനും കലാരംഗത്തെ പ്രോത്സാഹിപ്പിക്കുവാനും തൻ്റെ പരിമിതമായ പൗരോഹിത്യ ജീവിതത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികനും അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിന്, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും കുരിശും ക്രൂശിതനാഥനും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാനിതിൽ നടന്ന ഒരു അത്ഭുതം, ഞാൻ നേരിൽ കണ്ട ഒരു അത്ഭുതം കൂടെ നിങ്ങളോട് വിവരിക്കുകയാണ്. വളരെ കഷ്ടപ്പാടിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. ഈ കഴിഞ്ഞ 12 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു കുരിശിൻ്റെ വഴി തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ അവസാന സമയത്ത് ബ്രൈറ്റ് ചേട്ടൻ വന്നു ഈ സിനിമ ചെയ്യാൻ കടന്നു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒക്ടോബർ 27 കഴിഞ്ഞ വർഷം ഒക്ടോബർ 27 ഷൂട്ട് തീരുമാനിച്ചു. അങ്ങനെ ഷൂട്ട് തീരുമാനിച്ച് 27 എല്ലാ ഒരുക്കങ്ങളും ക്യാമറ സഹിതം യൂണിറ്റ് സഹിതം എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ 24 ആയപ്പോൾ ഒരു വാർത്ത വരുന്നു, അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു, 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നു, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, 26, 27, 28 തീയതികളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല, തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്ന്.
തികച്ചും വളരെ അപ്രതീക്ഷിതവും വേദനാജനകവുമായ ഒരു നിമിഷമായിരുന്നത്. ഞാൻ അപ്പോൾ തന്നെ വിൽഫ്രഡിനെ വിളിക്കുന്നു, ബഹുമാനപ്പെട്ട ഡയറക്ടറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് പറയുന്നത്, കാലാവസ്ഥ നിരീക്ഷകരെ ഞാൻ വിളിച്ചു, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വിൽഫ്രഡ് എന്നോട് തിരിച്ചു പറഞ്ഞ ഒരു മറുപടി, ചേട്ടാ പേടിക്കണ്ട, എല്ലാം ദൈവം നോക്കിക്കൊള്ളും, ക്രിസ്തുരാജൻ നോക്കിക്കൊള്ളും. ഈ ഷൂട്ട് നടക്കുന്നത് കടപ്പുറത്ത് വെച്ചിട്ടാണ്. പക്ഷേ എനിക്കത് വിശ്വാസക്കുറവുണ്ടായിരുന്നു. കാര്യം ഞാൻ ഈ പ്രളയ സമയത്തൊക്കെ 2018 പ്രളയ സമയത്ത് ഒരു വലിയ ടീമിനെയും കൂട്ടി ആലപ്പുഴ, ചെങ്ങന്നൂർ, മാന്നാർ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ ഒരാളാണ്. അപ്പോൾ കാലാവസ്ഥയെക്കുറിച്ച് ഒരല്പ ബോധ്യം എനിക്കുമുണ്ട്. കടൽ മാറുമ്പോൾ എനിക്കറിയാം ഇന്നതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്കിതൊരു വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, വിൽഫ്രഡ് കളിക്കല്ലേ, ഇത് ഒത്തിരി പൈസ നമുക്ക് നഷ്ടമാകും. അപ്പോഴും വിൽഫ്രഡ് എന്നോട് പറയുകയാണ്, ചേട്ടാ പേടിക്കണ്ട, ദൈവം നടത്തും. 27-ാം തീയതി ഷൂട്ട് വച്ചിരിക്കുകയാണ്. 26-ാം തീയതി വൈകുന്നേരം ശക്തമായ മഴയെന്ന് വെച്ചാൽ കാറ്റും കോളും നിറഞ്ഞ മഴ ആ ഷൂട്ട് തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്ത്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം വെളുപ്പാൻ രാവിലെ 4 മണിക്ക് ഞങ്ങൾ വിഴിഞ്ഞത്ത് ഷൂട്ടിന് പോകുമ്പോൾ ഈ മഴ അവിടെ നിന്നു. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇത്രത്തോളം എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചതിൽ ബഹുമാനപ്പെട്ട ഡയറക്ടർ വിൽഫ്രഡിന് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു. വളരെ അത്ഭുതങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. നിങ്ങൾക്കൊരിക്കലും ഒരു അസഭ്യം നിറഞ്ഞ, സഭ്യമല്ലാത്ത ഒരു വാക്ക് പോലും ഈ ചലച്ചിത്രത്തിൽ ഇല്ല എന്ന് തന്നെ നെഞ്ചിൽ കൈവച്ച് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കുടുംബസമേതം നിങ്ങൾക്ക് ഈ സിനിമ വന്ന് കാണുവാനും, ഒത്തിരി കലാകാർ ഇതിൻ്റെ പേരിൽ അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഭാവി ഈ സിനിമയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കഴിയുന്ന എല്ലാവരും ഈ സിനിമ കുടുംബസമേതം വന്ന് കാണണം. മാത്രമല്ല, കഴിയുന്നവർ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സിനിമ വിജയത്തിലേക്ക് പോകൂ എന്ന് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. ദയവ് ചെയ്ത് ഒത്തിരി കലാകാർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വൈദികനും ഈ പ്രൊഡ്യൂസറും ഒക്കെ ചെയ്യുന്ന ഈ ത്യാഗത്തെയും സേവനത്തെയും മാനിച്ചെങ്കിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണുവാൻ തിയേറ്ററിൽ തന്നെ വരണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഈ കുരിശുമല തീർത്ഥാടന ദിവസങ്ങളിലെ നന്മയും സ്നേഹവും അനുഗ്രഹങ്ങളും ക്രൂശിതനാഥൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകനാണ്. അതുപോലെ ഈ സിനിമയിലും ബഹുമാനപ്പെട്ട വിൻസെൻ്റ് കെ പീറ്റർ അച്ഛനോടൊപ്പം നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ബഹുമാനപ്പെട്ട വി വിൽഫ്രഡ് അവർകൾ, ഈ സിനിമയുടെ സംവിധായകനായ അദ്ദേഹത്തെ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിലേക്കായി ഏറ്റവും സ്നേഹബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശ്വപാത എന്ന പേരിൽ ആരംഭിച്ച സിനിമ അരയനും അമരക്കാരനുമായിട്ട് ഏകദേശം 60 തിയേറ്ററുകളോളം എത്തിക്കാം എന്ന് പ്രൊഡ്യൂസർ നമുക്ക് വാക്ക് തന്നിരിക്കുകയാണ്. ഈ സിനിമ നിന്ന് പോകും എന്ന സാഹചര്യം വന്നപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വാർത്ത, ഈ പടം ഒരിക്കലും നിൽക്കില്ല, ഇത് ഇറങ്ങും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒരു ദൈവദൂതനെ പോലെ ബ്രൈറ്റേട്ടനെ രമണി ചേച്ചി വഴി എൻ്റെ മുന്നിൽ എത്തിക്കുകയായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം സിനിമ കണ്ടതിന് ശേഷം ബ്രൈറ്റേട്ടൻ ഏറ്റെടുത്തു. ഇന്ന് ഈ സിനിമയുടെ വർക്കുകളെല്ലാം പൂർത്തിയാക്കി സെൻസർ ചെയ്ത് ഈസ്റ്ററിന് പടം റിലീസ് ചെയ്യുവാനുള്ള രീതിക്ക് കൊണ്ട് കർത്താവ് എത്തിച്ചിരിക്കുകയാണ്. അതിനു മുമ്പേ ഞാൻ ഫാദർ പറഞ്ഞതുപോലെ ഫാദറിൻ്റെ സോങ് എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡയറക്ഷൻ ഫീൽഡിലേക്ക് കടന്നു വന്നത്. എന്നെ ഒരു ഡയറക്ടറാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരേ ഒരാൾ ഫാദർ തന്നെയാണ്. ഫാദർ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ടാവും. ഫാദർ ഇവിടെ നിന്ന് പോയാലും ഫാദറിൻ്റെ കൂടെ തന്നെ ഞാനും പോകും.
എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ ബന്ധുക്കളെയും അയൽവാസികളെയും എല്ലാവരെയും കൂട്ടി സിനിമ പോയി കാണണം. നല്ലൊരു കുടുംബ ചിത്രമാണ്. നിങ്ങളുടെ പ്രോത്സാഹനം മാത്രമാണ് ഞങ്ങളുടെ വിജയം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും വ്യക്തമാക്കി കഴിഞ്ഞു. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. എല്ലാവരും സിനിമയെ കാണുക. നന്ദി. താങ്ക് യു സാർ. 69ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലും ചലച്ചിത്ര പ്രകാശനത്തിൻ്റെ ഈ സദസ്സിലും സന്നിഹിതരായവർക്ക് നന്ദി അർപ്പിക്കുന്നതിലേക്കായി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി ശ്രീമതി ജയന്തി അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ളവരെ, ക്ഷമയെന്നാൽ നമ്മുടെ ബലഹീനതയല്ല, മറിച്ച് അതൊരു കരുത്താണ്, മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള കരുത്ത്. ഈ കരുത്താണ് ഇന്ന് നമ്മൾ ഇവിടെ കാണുന്ന നിത്യജീവന്റെ ഉറവിടം എന്ന വിശുദ്ധ കുരിശിന്റെ സന്ദേശവുമായി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്ഷമയോടുകൂടെ സഞ്ചരിക്കുന്നവർ നിത്യതയിൽ എത്തിച്ചേരുന്നു. സഹനവും സ്നേഹവും ക്ഷമയും ദൈവത്തിൻ്റെ സന്നിധിയിലെ മായാത്ത മുദ്രകളായി നിൽക്കുന്നു. ദൈവസ്നേഹം എവിടെയാണോ നിറഞ്ഞു നിൽക്കുന്നത് അവിടെ ക്ഷമ ഉൾക്കൊള്ളുന്നു. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്ന ഓരോ തീർത്ഥാടകരും ആർജിക്കുന്നത് പിയാത്തയിൽ കാണുന്ന ഈശോയെയാണ്. മാതാവിൻ്റെ മടിയിൽ ഈശോയെ കിടത്തിയപ്പോൾ മാതാവ് അനുഭവിച്ച ക്ഷമയുടെ വേദന, അതാണ് ഉയർപ്പിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെയായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിന് ആമുഖ സന്ദേശം നൽകിയത് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ വിൻസെന്റ് കെ പീറ്ററച്ചനാണ്. ക്ഷമ മുഖമുദ്രയാക്കിയ വ്യക്തി അത് തന്നെയാണ് നമ്മുടെ അരയനും അമരക്കാരനും എന്ന സിനിമയുടെ ഡയറക്ടർ ഇവിടെ പറഞ്ഞു വെച്ചത്. വിൻസെന്റ് അച്ഛൻ എവിടെ പോകുന്നു അവിടെ ഞാനും പോകുമെന്ന്. ഒരു കലാകാരനെ വളർത്തിയെടുക്കാൻ അച്ഛൻ പ്രയത്നിക്കുന്ന പ്രയത്നം അച്ഛനോടൊപ്പം നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം. തോൽവികൾ അവിടെ തോൽക്കുകയല്ല, മറിച്ച് വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പറഞ്ഞ് ഓരോ വ്യക്തികളെയും പഠിപ്പിച്ചുകൊണ്ട്, ക്ഷമയുടെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയുവാൻ അച്ഛൻ ഞങ്ങൾക്കൊക്കെ കരുത്തേകുന്ന വ്യക്തി. ഈ യോഗത്തിലെ ആമുഖ സന്ദേശത്തിലൂടെയും അരയനും അമരക്കാരനും എന്ന സിനിമ ഇന്ന് ജനസമൂഹത്തിന്റെ മധ്യത്തിൽ എത്തുന്നെങ്കിൽ അതിൻ്റെ പിന്നിലും അച്ഛൻ്റെ ക്ഷമ വലുതാണ്. 12 വർഷത്തിൻ്റെ നീണ്ട കാത്തിരിപ്പ്. ഈശോയുടെ പൗരോഹിത്യത്തിൽ 12 ശിഷ്യന്മാരെ ഈശോ നിയമിച്ചുവെങ്കിൽ ആ ശിഷ്യഗണത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത അച്ഛൻ ഇന്ന് ഞങ്ങൾക്കെല്ലാം മാതൃകയാണ്. അച്ഛന് ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള ഏറ്റവും ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച രാജേഷ് ചരുവിള, നമ്മളോടൊപ്പം വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രമിച്ചു. കുരിശുമലയെക്കുറിച്ച് വാചാലമായി പറയുകയായിരുന്നു. തൻ്റെ ജീവിത അനുഭവത്തിൽ അപ്പുറമായി തൻ്റെ കൂടെ നിന്നവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പേരിലുള്ള ഏറ്റവും ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. മൊമെന്റം നൽകുന്നതിനായി സ്നേഹബഹുമാനമുള്ള മോൺസിഞ്ഞോറെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. നെയ്യാറ്റിൻകര രൂപതയുടെ അൽമായരുടെ ശബ്ദം എന്നും ശ്രവിച്ചിരിക്കാൻ വളരെ മാധുര്യമാണ്. KLCA പ്രസിഡന്റ് അനിൽ ജോസ് അവറുകൾ, നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വരം ശ്രവിച്ചു. വളരെ ആർജവത്തോടുകൂടെ മലകളിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഉറവിടമാണെന്നും ചൈതന്യവും സംരക്ഷണവും ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു നൽകുകയായിരുന്നു. നെയ്യാറ്റിൻകര രൂപത KLCA പ്രസിഡന്റ് അനിൽ ജോസ് അവറുകൾക്ക് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി. മണിക്കൂറുകൾക്ക് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, KLCAയുടെ KCYM-ന്റെ നെയ്യാറ്റിൻകര രൂപത പ്രസിഡന്റ് അരുൺ രാജ് അവറുകൾ. അതൊരു നിയോഗമാണ്. ഓരോ വ്യക്തികൾക്കും അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യം. മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത് ഈ ഒരു പുണ്യഭൂമിയിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രവിച്ചു കാണും. യുവജനങ്ങൾ ഇവിടെ പ്രതീക്ഷയോടുകൂടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രതിഫലനത്തെക്കുറിച്ചാണ് സംസാരിച്ചത്.
തീർച്ചയായും യുവജനങ്ങളുടെ ശബ്ദമായി മാറേണ്ട ഒരു യുവത്വം. KCYM നെയ്യാറ്റിൻകര രൂപത പ്രസിഡന്റ് അരുൺ രാജ് അവർക്ക് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേരുള്ള ഹൃദ്യമായ നന്ദി. അരയനും അമരക്കാരനും എന്ന ചരിത്രത്തിന്റെ ഉടനീളമായ ചരിത്രം നമ്മൾ കേട്ടു. അതിനു പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ BB വിൽഫ്രഡ്, ക്ഷമയുടെ പ്രതീകം തന്നെയാണ്. BB വിൽഫ്രഡ് അവർക്ക് തെക്കൻ കുരിശുമല തീർത്ഥാടന ദിനത്തിന്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. വിശ്വപാത എന്ന സിനിമ അരയനും അമരക്കാരനുമായി മാറ്റാൻ പ്രവർത്തിച്ചത് ബ്രൈറ്റ് കോട്ടയം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ശ്രവിച്ചു. ദൈവദൂതനെ പോലെ ദൈവം കടത്തിവിട്ട വ്യക്തിത്വം. അദ്ദേഹത്തിന് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. ഇഗ്നേഷ്യസ് തൻ്റെ ചലച്ചിത്ര ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ അത്ഭുതമായി തീർന്ന തൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇവിടെ നല്ല വാക്കുകൾ സംസാരിച്ച ഇഗ്നേഷ്യസ് അവർക്ക് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി. ഈ സിനിമയിൽ അഭിനയിച്ച ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ്റെ വേഷം അഭിനയിച്ചു തീർത്തത് ശ്രീ ബിനു അവറുകളാണ്. ഏറ്റവും മനോഹരമായിട്ട് ആ ദിവസങ്ങൾ ഷൂട്ടിങ് കണ്ട ഞങ്ങളൊക്കെ നോക്കിക്കണ്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ചത് തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ PV പ്രസാദ് അവറുകൾ. തൻ്റെ ജീവിതത്തിന്റെ പിച്ച വെച്ച് നടന്ന കാലം മുതൽ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച പ്രസാദ് അവറുകൾക്ക് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി. നമുക്കിവിടെ ആങ്കറിങ് ചെയ്തത് നിഷിത. എന്നും നിഷിതയെ ഞാൻ ഓർമ്മിക്കുക, SSLC പരീക്ഷയുടെ കാലഘട്ടമാണ്. തീർത്ഥാടന കേന്ദ്രത്തിൽ തീർത്ഥാടനം നടക്കുന്ന കാലഘട്ടം. നിഷിതയെ ഞാൻ നോക്കിക്കണ്ടത് എല്ലാ ദിവസവും കൃത്യമായി ഇവിടെ വരും, കുർബാനയ്ക്ക് ദിബിബലി ഗാനങ്ങൾ ആലപിക്കും, സ്റ്റേജിൽ നൃത്തങ്ങൾ അവതരിപ്പിക്കും, ആങ്കറിങ് ചെയ്യും. അതിനുശേഷമാണ് പരീക്ഷ എഴുതുക. റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+. അതിൻ്റെ അനുഗ്രഹം കുരിശുമലയിൽ നിന്ന് നേടിയതാണെന്ന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ട നിഷിതയ്ക്ക് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. ഒറ്റവാക്ക്: ക്ഷമയോടുകൂടെ കാത്തിരിക്കുക, ക്ഷമയോടുകൂടെ നെറുകയിലേക്ക് എത്തിച്ചേരുക, നെഞ്ചോട് ചേർക്കുന്ന കുരിശിന്റെ സ്നേഹം അനുഭവിച്ചറിയുക. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഇവിടെ അരയനും അമരക്കാരനും എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുകയാണ്. നമുക്ക് ഹൃദ്യമായി ഹൃദയത്തോടുകൂടെ ചേർത്ത് പിടിച്ച് കാണാം. ചോദിച്ചില്ലെന്നേ ഉള്ളൂ. എന്തൊരു നിങ്ങൾക്കൊരു വിഷമം പോലെ? നമുക്ക് ഈ നാട് വിടാം. അങ്ങ് ദൂരെ നമുക്ക് വേണ്ടി ഒരുക്കിയൊരു ഇടമുണ്ട്. അത് മിഥ്യയല്ല, നാളുകളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ്. നാടും കൂടും കളഞ്ഞ് അവിടെ ചെല്ല എന്നെ പ്രേരിപ്പിച്ചു തുടങ്ങിയിട്ട് നാളെയേറെയായി. മനുഷ്യവാസമില്ലാത്ത ആ മലമുകളിൽ ചെന്ന് പറ്റിയാലായിരിക്കാം ഈ വസൂരി സൂക്കേടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നത്. എവിടെയാ മല? ആ സ്ഥലം ഏത് ദിക്കിലാണെന്നോ എത്ര മോളിലാണെന്നോ എനിക്ക് അറിഞ്ഞൂടാ ആലീസേ. മുന്നോട്ട് തലകുലുക്കി നടുകുണുക്കി നടകാളെ മുന്നോട്ട്. ഇത്രയും അകലെയെന്ന് വന്ന് കൃഷി ചെയ്ത് ജീവിക്കാൻ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് ഒരു മണ്ടത്തരവാ. കാറ്റും മഴയും പേടിച്ച് വീട്ടിലിരുന്നാലേ മുക്കുവന്റെ കുടുംബം പട്ടിണിയിലാകും. ഇന്ന് പോടാ, നല്ല കാറ്റുണ്ട്.
മലയുടെ നെറുകയിലെത്താൻ എത്ര ദൂരം പോണം? നിങ്ങളിവിടെ ആദ്യമാണല്ലേ ഈ കുട്ടികളെയും കൊണ്ട് എന്താ നിങ്ങൾ മലമുകളിലേക്ക് പോകുന്നത്? തമ്പുരാന്മാർക്ക് ഈ നേരത്തെ എന്താ ഇവിടെ പരിപാടി? എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നല്. ഒന്നും സംഭവിക്കൂല, നീ ധൈര്യമായിട്ടിരിക്കുക ആലീസേ.